അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പശ്ചിമേഷ്യയിലോട്ട് പോകാം. അവിടെ അമേരിക്ക ഇറാൻ ചർച്ച അനിശ്ചിതത്വമായി വീണ്ടും. ഇറാൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഇന്ന് ഖത്തറിൽ US ഇറാൻ ചർച്ച നടക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. അമേരിക്കയുമായി ചർച്ചയില്ലെന്ന് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. മരവിപ്പിച്ച സ്വത്തുക്കൾ മോചിപ്പിക്കുന്ന കാര്യങ്ങൾക്കായി മാത്രമാണ് പ്രതിനിധി സംഘം ഖത്തർ സന്ദർശിക്കുന്നതെന്നും വിശദീകരണം. അമേരിക്ക തയ്യാറായാൽ ഇറാനും കരാർ വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റും പറഞ്ഞു. അതേസമയം തെക്കൻ ലെബനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ആതിര ജയിനുണ്ട്. ആതിര, ഇത് ഒരാൾ മുറിക്കുമ്പോൾ മറ്റേയാൾ അറിയും എന്ന മട്ടിലാണ് കാര്യങ്ങൾ. സമാധാന കരാറുണ്ടാക്കി, ആ സമാധാന കരാർ നടപ്പിലാക്കുന്നുവെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു, ഒപ്പുവെച്ചു. അതിനുശേഷം വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. ഇപ്പോൾ വീണ്ടും ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുന്നുവെന്ന് പ്രതീതി വന്നു. അതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ ഞങ്ങൾ ആരുമായും ചർച്ചയ്ക്കില്ല എന്ന നിലപാടെടുക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ? അതിന് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇറാനും അമേരിക്കയും തമ്മിലൊരു സമാധാന കരാർ നിലവിൽ വന്നെങ്കിലും ആ കരാറിന്റെ ദൗർബല്യം തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത്. കാരണം ഇറാനും അമേരിക്കയും അതിനുശേഷവും പരസ്പര വിരുദ്ധമായ പ്രസ്താവന നടത്തുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. രണ്ടാമതായി ഒരു സാങ്കേതിക തല ചർച്ചകൾ, ഒരു കരാർ നിലവിൽ വന്നെങ്കിലും 60 ദിവസത്തെ കാലാവധി ഉണ്ടായിരുന്നു. അതിനിടയിൽ പല കാര്യങ്ങളിലും തീരുമാനമാകേണ്ടതുമുണ്ട്. അത്തരമൊരു സാങ്കേതിക ചർച്ച ഈ സംഘർഷത്തെ തുടർന്ന് നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് ദോഹയിൽ വെച്ച് ഈ ചർച്ച നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. പക്ഷേ അത്തരമൊരു ചർച്ച നേരിട്ട് അമേരിക്കയും ഒരു ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ പറയുകയാണ്. ഇറാനെ സംബന്ധിച്ച് വീണ്ടും ആക്രമണം നടന്നതും ഹോർമൂസിന്റെ നിയന്ത്രണം വിട്ടുപോകുമോ എന്ന ആശങ്കയും അതിൽ തീരുമാനമാകാനുള്ളതുമൊക്കെയാണ് ഇറാനെ പിന്നോട്ടടുപ്പിക്കുന്നത്. അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഇറാന്റെ പ്രതിനിധികൾ ദോഹയിലേക്ക് പോകും. അവിടെ മധ്യസ്ഥ ചർച്ചകൾ നടക്കും. അമേരിക്കയിൽ നിന്നും പ്രതിനിധികൾ ദോഹയിലേക്ക് പോകുന്നുണ്ട്. ഒരു മധ്യസ്ഥ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇരുപക്ഷവും നേരിട്ടൊരു ചർച്ചയ്ക്ക് സാധ്യമല്ല, തയ്യാറാവുകയില്ല. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടുക, അതുപോലെ അവരുടെ എണ്ണ ഉപരോധം നീക്കുക, ഹോർമൂസിലെ നിയന്ത്രണം അവർക്ക് തന്നെ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 14 സമാധാന കരാർ പ്രകാരം ഉള്ള ഉടമ്പടികളൊന്നും നടപ്പാക്കിയില്ല എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പരാതി. ആ കരാർ നിബന്ധനകൾ പ്രകാരം ഹോർമൂസിന്റെ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്നും ഹോർമൂസിലൂടെ 30 ദിവസത്തേക്കുള്ള കപ്പൽ പാതകളിൽ കപ്പൽ യാത്രകളിൽ മറ്റ് ആൾക്കാരുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുമാണ് ഇറാൻ പറയുന്നത്. അതുപോലെ ഹോർമൂസിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിന്റെ അധികാരവും തങ്ങൾക്കാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഭീഷണികൾ വിലപ്പോകില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ ഫ്രാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒമാനുമായി ചേർന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ, ഞങ്ങൾ സഹകരിച്ച് മൈനുകൾ നീക്കം ചെയ്യാൻ തയ്യാറാണെന്ന്. പക്ഷേ അതിനെയും ഇറാൻ തള്ളിക്കളയുന്നുണ്ട്, ഫ്രാൻസിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരമൊരു നീക്കം അനുവദിക്കില്ല, പൂർണ്ണമായും അധികാരം ഞങ്ങൾക്ക് തന്നെയാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി ഇറാൻ മുന്നോട്ട് പോവുകയില്ല എന്നുകൂടി ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു, ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു, ദോഹയിൽ വെച്ച് ചർച്ച നടക്കുമെന്നാണ്. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടൊരു ചർച്ച നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഖത്തറും പാകിസ്ഥാനും അടക്കം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഉപരോധം നീക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. അത്തരമൊരു മധ്യസ്ഥ അണുനയ നീക്കങ്ങൾ വഴി ഇനിയും ബാക്കിയുള്ള കരാറിലുള്ള കാര്യങ്ങൾ നടപ്പാകുമോ, വീണ്ടും ഒരു സമാധാനം പുലരുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണല്ലേ പശ്ചിമേഷ്യയിൽ സമാധാനത്തിനുള്ള ഒരു വഴി വെട്ടും, ആ വഴി അടുത്തയാൾ വന്ന് മൂടും, വീണ്ടും അടുത്ത വഴി വെട്ടും, വീണ്ടും മൂടും. ഒരിക്കൽ ഇറാനാണെങ്കിൽ മറ്റൊരിടത്ത് അമേരിക്ക. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക, ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറല്ലെന്ന് ഇറാൻ. ഞങ്ങൾക്ക് ആദ്യം മരവിപ്പിച്ച ഫണ്ട് വിട്ടു നൽകൂ, അതുമായി ബന്ധപ്പെട്ട് മാത്രം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണ് ഇറാൻ പറയുന്നത്. എന്നാലും അമേരിക്ക ഇറാന്റെ പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇതൊന്നും അല്ല അന്ന് ട്രംപ് യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. 24 മണിക്കൂറും കഴിഞ്ഞ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു. ഒടുവിൽ ഇതാ അമേരിക്ക പറയുന്നു ചർച്ചയ്ക്ക് തയ്യാറാണ്, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. കാരണം എന്താ, അമേരിക്കയിൽ ട്രംപിന് ഈ യുദ്ധത്തിന് അമേരിക്കൻ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ല എന്നതാണ്. അതിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിന് തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേട്ടോ.